നമുക്ക് അടുത്തായിട്ട് റൂൾ 3 ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ സമ്മറി പോലെ എഴുതാം, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, നോട്ട്സിലേക്ക് വന്നിട്ട് വായിക്കാം, കൂടുതൽ ഇലാബറേറ്റ് ആയിട്ടുള്ള ഡിസ്കഷൻ അപ്പോൾ നടത്താം. ഓക്കെ, സോ നോക്കാം. റൂൾ 3 നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു റൂൾസിനകത്ത് കമ്പനീസ് കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഓഡിറ്റ് റൂൾസിനകത്ത് 6 റൂൾസ് ആണുള്ളത്. അതിനകത്ത് റൂൾ 1ഉം 2ഉം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. റൂൾ 3 ആണ് അടുത്തതായിട്ട് പഠിക്കാനായിട്ടുള്ളത്. ഈ ഒരു റൂളിന്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആപ്ലിക്കബിലിറ്റി ഓഫ് കോസ്റ്റ് റെക്കോർഡ്സ്. കോസ്റ്റ് റെക്കോർഡ്സ് ഏതൊക്കെ കമ്പനീസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്നാണ് ഈ ഒരു റൂള് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ 4 കണ്ടീഷൻസ് പറയും. ഈ 4 കണ്ടീഷൻസും ആൻഡ് കണ്ടീഷൻസ് ആണ്, ഓർ കണ്ടീഷൻസ് അല്ല, ആൻഡ് കണ്ടീഷൻസ് ആണ്. മീൻസ് ഈ 4 കണ്ടീഷൻസും ഒരുമിച്ച് സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞാൽ ഒരു കമ്പനി എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും കോസ്റ്റ് റെക്കോർഡ്സ് അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഉൾപ്പെടുത്തുന്നതായിട്ട് വരും. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഒന്നാമത്തെ കണ്ടീഷൻ, the class of companies including foreign companies. The class of companies including foreign companies. രണ്ടാമത്തെ കണ്ടീഷൻ, engaged in production of goods or provision of services. ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? The class of companies including foreign companies engaged in production of goods or provision of services. മൂന്നാമത്തെ കണ്ടീഷനോ? Specified in table A or table B. ഒരു കൺഫ്യൂഷൻ വേണ്ട. ഈ റൂൾ 3-കകത്ത് ഒരു 2 ടേബിൾസ് പറയുന്നുണ്ട്. ആ ടേബിളിന്റെ പേരാണ് ടേബിൾ എയും ടേബിൾ ബി. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഗുഡ്, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഗുഡ് അല്ലെങ്കിൽ സർവീസ് ആയിരിക്കണം എന്നാണ് ഈ മൂന്നാമത്തെ കണ്ടീഷൻ പറയുന്നത്. സ്പെസിഫൈഡ് ഇൻ ടേബിൾ എ ഓർ ബി. നാലാമത്തെ എന്താ? ആൻഡ് ഓവറോൾ ടേൺ ഓവർ എന്നാണ് പറയുന്നത്. ഓവറോൾ ടേൺ ഓവർ എന്നാണ് വെച്ചിരിക്കുന്നത്. ഓവർ ഓൾ ടേൺ ഓവർ ഫ്രം, അഗെയിൻ ഒരു ഇമ്പോർട്ടൻ്റ് വാക്ക്, all, okay, its products and services is more than അല്ലെങ്കിൽ is 35 crore or more in the preceding financial year. ഈ 4 കണ്ടീഷൻസ് ആണ് റൂൾ 3യുടെ ആപ്ലിക്കബിലിറ്റീസിനായിട്ട് വരുന്നത്. ഓരോ കണ്ടീഷൻസ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതല്ല, ഞാൻ ഒന്നും കൂടെ പറയാണ്, ഈ കണ്ടീഷൻസ് 4ഉം സാറ്റിസ്ഫൈ ചെയ്യണം. മീൻസ് ഇതെല്ലാം ആൻഡ് കണ്ടീഷൻസ് ആണ്. ഈ 4 കണ്ടീഷൻസും ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ നമുക്ക് ഈ ഓരോ ആപ്ലിക്കബിലിറ്റി അല്ലെങ്കിൽ ഓരോ കണ്ടീഷൻസും ഒന്ന് ഇലാബറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ആദ്യത്തെ കണ്ടീഷൻ ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. ദ ക്ലാസ് ഓഫ് കമ്പനീസ് ഇൻക്ലൂഡിങ് ഫോറിൻ കമ്പനീസ്. ഇപ്പോൾ ക്ലാസ് ഓഫ് കമ്പനീസ്, ഇവിടെ കമ്പനീസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഒരു കാര്യം ഇന്റർപ്രറ്റ് ചെയ്യാം. നമുക്ക് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ് അഥവാ ഫേം അല്ലെങ്കിൽ LLP, ഇവർക്കൊന്നും എന്തില്ല, കോസ്റ്റ് റെക്കോർഡ്സ് ആപ്ലിക്കബിൾ അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ദ ക്ലാസ് ഓഫ് കമ്പനീസ് ഇൻക്ലൂഡിങ് ഫോറിൻ കമ്പനി, ഫോറിൻ കമ്പനി ഉൾപ്പെടെ എല്ലാ കമ്പനികൾക്കും ആപ്ലിക്കബിൾ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്ക് വരാം, സെക്ഷൻ 8 ചാരിറ്റബിൾ ട്രസ്റ്റ്, റിലീജിയസ് ട്രസ്റ്റ്, ഇവർക്കൊക്കെ കോസ്റ്റ് റെക്കോർഡ്സ് ആപ്ലിക്കബിൾ ആണോ? അവരും ഈ പറയുന്ന താഴോട്ട് പറയുന്ന കണ്ടീഷൻസ് ഉൾപ്പെടെ ഈ 4 കണ്ടീഷൻസും കൂടെ ഒരുമിച്ച് സാറ്റിസ്ഫൈ ആണെങ്കിൽ അവർക്കും എന്താണ്, ഈ കോസ്റ്റ് റെക്കോർഡ്സിന് മെയിൻസ് ആപ്ലിക്കബിൾ ആണ്. 1% കമ്പനി, ഇവർക്ക് ആപ്ലിക്കബിൾ ആണോ? തീർച്ചയായിട്ടും ഇവർക്കും ആപ്ലിക്കബിൾ ആണ്. കാരണം നമുക്കറിയാം, ഈ ഫസ്റ്റ് സെൻറ്റൻസ് വായിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഫോറിൻ കമ്പനി ഉൾപ്പെടെ എല്ലാ കമ്പനികളും എന്നാണ് പറയുന്നത്. യാതൊരു തരത്തിലുള്ള എക്സെപ്ഷനും ഇവിടെ എന്ത് ചെയ്യുന്നില്ല, അവർ പറയുന്നില്ല.
അടുത്തത് എൻഗേജ്ഡ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. എൻഗേജ്ഡ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. ഇപ്പോൾ പ്രൊഡക്ഷൻ ആണ് പറയുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ മാത്രമാണ് ഇവിടെ കവേർഡ് ആയിട്ടുള്ളത്, ട്രേഡിങ് കവേർഡ് അല്ല. ഒരു കമ്പനി എന്ത് ചെയ്യുന്നു, സാധനങ്ങൾ, ഇപ്പോൾ എ എന്ന് പറയുന്ന എ ലിമിറ്റഡ് എന്ന് പറയുന്ന വേറൊരു കമ്പനിയുടെ കയ്യിൽ നിന്ന് ബി ലിമിറ്റഡ് സാധനങ്ങൾ വാങ്ങിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, പബ്ലിക്കിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റ് ബിസിനസ്സിന് വേണ്ടിയിട്ട് വിൽക്കുകയാണ് ചെയ്യുന്നത്. അവരിവിടെ മാനുഫാക്ചറിങ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ചെയ്യുന്നില്ല. അത്തരത്തിലാണെങ്കിൽ അവിടെ ഈ ഒരു കണ്ടീഷൻ ആപ്ലിക്കബിൾ ആവത്തില്ല. ഇപ്പോൾ എന്താണ്, പ്രൊഡക്ഷൻ ചെയ്തിരിക്കണം. പ്രൊഡക്ഷൻ പ്ലസ് ട്രേഡിംഗ് ആവാം, പക്ഷേ ട്രേഡിംഗ് മാത്രമാണെങ്കിൽ എന്ത് ചെയ്യത്തില്ല, ഇവിടെ ആപ്ലിക്കബിലിറ്റി ഉണ്ടാവത്തില്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. മൂന്നാമത്തത് വന്നിട്ട് സ്പെസിഫൈഡ് ഇൻ ടേബിൾ എ ഓർ ബി. റൂൾ 3-ക്കകത്ത് 2 ടേബിൾസ് ഉണ്ട്, ടേബിൾ എ, ടേബിൾ ബി. എന് നമ്മൾ പറയുന്ന പേരാണ് റെഗുലേറ്റഡ് സെക്ടറിൻ്റെ ടേബിൾ എന്ന് പറയും. ടേബിൾ ബിന് നമ്മൾ പറയുന്ന പേരാണ് അൺറെഗുലേറ്റഡ് സെക്ടറിൻ്റെ ടേബിൾ എന്ന് പറയും. ടേബിൾ എന്ന് പറഞ്ഞാൽ റെഗുലേറ്റഡ് സെക്ടറിൻ്റെ ടേബിളും ടേബിൾ ബി എന്ന് പറഞ്ഞാൽ അൺറെഗുലേറ്റഡ് സെക്ടറിൻ്റെ ടേബിളുമാണ്. അപ്പോൾ ഈ ടേബിളിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം ഈ ഗുഡ് അല്ലെങ്കിൽ സർവീസ്. അപ്പോഴാണ് അതൊരു സ്പെസിഫൈഡ് ഗുഡോ ആ സ്പെസിഫൈഡ് സർവീസോ ആവുന്നത്. അതുകൂടാതെ തന്നെ ഓവറോൾ ടേൺ ഓവർ ഫ്രം ഓൾ ഇറ്റ്സ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ഈസ് 35 crore or more ഇൻ ദ പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ. ഈ കമ്പനിയുടെ ഓവറോൾ ടേൺ ഓവർ എടുക്കുമ്പോഴത്തേക്കും ടേബിൾ എയിലോ ടേബിൾ ബിയിലോ മാത്രം പറഞ്ഞിട്ടുള്ള പ്രൊഡക്ട്സ് ആൻഡ് ടേൺ ഓവർ അല്ല, കമ്പനിയുടെ മൊത്തത്തിലുള്ള ടേൺ ഓവറാണ് എടുക്കേണ്ടത്. കമ്പനി ഏതൊക്കെ പ്രൊഡക്റ്റുകളിലോ ഏതൊക്കെ സർവീസുകളിലോ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലോ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ടേൺ ഓവർ മൊത്തം കൊണ്ട് എടുക്കുമ്പോഴത്തേക്കും ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഓൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, ടേൺ ഓവർ ഫ്രം ഓൾ ഇറ്റ്സ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്, അത് 35 കോടിയോ കൂടുതലോ ആണെങ്കിലാണ് ഈ കോസ്റ്റ് ഓഡിറ്റിൻ്റെ ആപ്ലിക്കബിലിറ്റി വരുന്നത്. അപ്പോൾ ഈ 4 കണ്ടീഷൻസും, അപ്പോൾ ഒരു എല്ലാ കമ്പനികളും, ഫോറിൻ കമ്പനി ആവാം, ഇന്ത്യൻ കമ്പനി ആവാം, 1 പേഴ്സൺ ആവാം, സെക്ഷൻ 8 ആവാം, എല്ലാ കമ്പനികളും ടേബിൾ എയിലോ ടേബിൾ ബിയിലോ പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെയോ സർവീസസിൻ്റെയോ, പ്രൊഡക്റ്റ് ആണെങ്കിൽ പ്രൊഡക്ഷൻ തന്നെ ഉൾപ്പെടണം, ട്രേഡിംഗ് അല്ല പ്രൊഡക്ഷനിൽ തന്നെ ഉൾപ്പെടണം, സർവീസ് ആണെങ്കിൽ പ്രൊവിഷൻ ഓഫ് സർവീസസ്. ഓക്കെ, ഈ ഒരു പ്രൊഡക്റ്റിൻ്റെയോ അല്ലെങ്കിൽ സർവീസസിൻ്റെയോ കാര്യത്തിൽ എൻഗേജ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ആ കമ്പനിയുടെ ഓവറോൾ ടേൺ ഓവർ എല്ലാ പ്രൊഡക്റ്റിൽ നിന്നോ സർവീസുകളിൽ നിന്നോ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ 35 കോടിയോ അതിൽ കൂടുതലാണെങ്കിൽ ആ കമ്പനി എന്ത് ചെയ്യണം, കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആപ്ലിക്കബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി വേണം നമുക്ക് ഈ ഡിസ്കഷൻ കുറച്ചും കൂടെ മുന്നോട്ട് വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. നമുക്ക് ഈ ടേബിൾ എ ഓർ ബി തൊട്ട് നമുക്ക് തുടങ്ങാം. എന്താണ് ഈ ടേബിൾ എ ഓർ ബി എന്ന് നമുക്കൊന്ന് കാണാം. ഞാൻ 2 കാര്യങ്ങൾ കുറച്ചും കൂടെ എലാബറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകണം. അതിനുശേഷം നമുക്ക് നോട്ടിലേക്കോ സ്റ്റഡി മെറ്റീരിയലിലേക്കൊക്കെ പോവാം. അപ്പോൾ ടേബിൾ എയും ബിയും എന്താണെന്ന് എനിക്കൊന്ന് ഡിസ്കസ് ചെയ്യണം. അതുപോലെ ഈ ടേൺ ഓവർ എന്താണെന്നും ഈ റൂൾ 3ക്ക് എന്തെങ്കിലും എക്സെപ്ഷൻസ്, ഇപ്പോൾ നിലവിൽ നമ്മൾ ഈ വായിച്ചിട്ട് എക്സെപ്ഷൻസ് ഒന്നും നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞില്ല. അത്തരത്തിൽ എന്തെങ്കിലും എക്സെപ്ഷൻസ് ഉണ്ടെന്നും കൂടി നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, ടേബിൾ എയും ടേബിൾ ബിയും. ടേബിൾ എ എന്തെന്നാ പറയുന്നത്, റെഗുലേറ്റഡ് സെക്ടറിൻ്റെ ടേബിൾ എന്നാണ് പറയുന്നത്. റെഗുലേറ്റഡ് സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് ഭയങ്കര താല്പര്യമുള്ള ഒരു സെക്ടറാണ് ഈ റെഗുലേറ്റഡ് സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്ന് വെച്ചാൽ ഇതിന് സെപ്പറേറ്റ് മിനിസ്ട്രീസ് ഉണ്ടാവും. ഇപ്പോഴും ഇതിനകത്ത് കുറേ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഗവൺമെൻറ് തന്നെയാണ്. ടേബിൾ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺറെഗുലേറ്റഡ് സെക്ടറാണ്. ടേബിൾ എക്കകത്താണെങ്കിൽ റെഗുലേറ്റഡ് സെക്ടറിൻ്റെ ടേബിളിനകത്താണെങ്കിൽ 6 ഇൻഡസ്ട്രീസ് ആണ് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. എത്ര എണ്ണമാണ്? 6 ഇൻഡസ്ട്രീസ്. ഈ 6 ഇൻഡസ്ട്രീസും നിർബന്ധമായിട്ടും നമ്മൾ പഠിച്ചിരിക്കണം. അൺറെഗുലേറ്റഡിനകത്ത് വരുമ്പോഴത്തേക്കും 33 ഇൻഡസ്ട്രീസ്, എത്രയാണ്? 33 ഇൻഡസ്ട്രീസ് ആണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു 2-3 പ്രാവശ്യം വായിച്ചിരിക്കണം. അതുപോലെ തന്നെ എക്സാമിൻ്റെ ഒന്ന് രാവിലെ പോകുമ്പോഴും ഒന്ന് വായിച്ചിരിക്കണം. ഒരു MCQ തന്നിട്ട് ഇത് റെഗുലേറ്റഡ് ആണോ അൺറെഗുലേറ്റഡ് ആണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ഈ ഒരു ലിസ്റ്റ് പഠിച്ചു വെച്ചിരിക്കണം എന്ന് പറയുന്നത്. ഇതിനകത്ത് എൻട്രി നമ്പർ 33ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് നമുക്ക് കുറച്ചും കൂടെ ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷം പറയാം. ഇപ്പം നിങ്ങൾ ടേബിൾ എയിലും ടേബിൾ ബിയിലും വരുന്ന പ്രോഡക്ട്സിൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ സ്റ്റഡി മെറ്റീരിയലിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നോക്കുക. ടേബിൾ അണ്ടർ റൂൾ 3, ടേബിൾ എ, റെഗുലേറ്റഡ് സെക്ടർ. ഗവൺമെൻറ് സ്റ്റിൽ ഹാവ് സിഗ്നിഫിക്കൻറ്റ് കൺട്രോൾ ഓവർ ദീസ്. അപ്പോൾ 6 ടെലികമ്മ്യൂണിക്കേഷൻ സർവീസസ്, ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സപ്ലൈ ഓഫ് ഇലക്ട്രിസിറ്റി, പെട്രോളിയം പ്രൊഡക്ട്സ്, ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്, ഫെർട്ടിലൈസേഴ്സ്, ഷുഗർ ആൻഡ് ഇൻഡസ്ട്രിയൽ ആൽക്കഹോൾ. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു മെമ്മറി ട്രിക്കോ എന്തെങ്കിലും കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ 6
നിർബന്ധമായിട്ടും ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒറ്റ സർവീസ് വരുന്നുണ്ട്. ഏതാണ്? ടെലികോം സർവീസസ് എന്ന് പറയുന്ന ഒരു സർവീസാണ് വരുന്നത്. ബാക്കി മിക്കതും എന്താണ്? പ്രൊഡക്ട്സ് തന്നെയാണ്. ഇലക്ട്രിസിറ്റി പ്രൊഡക്റ്റ് ആണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ മൂവബിൾ കൊമോഡിറ്റി. അതുകൊണ്ട് എന്താണ്? പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതെല്ലാം എന്താണ്? ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ് ആണ് ഒരു സർവീസ് വരുന്നത്. പിന്നെ ഇലക്ട്രിസിറ്റി, പെട്രോളിയം പ്രൊഡക്ട്സ്, ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്, ഫെർട്ടിലൈസേഴ്സ്, ഷുഗർ ആൻഡ് ഇൻഡസ്ട്രിയൽ ആൽക്കഹോൾ. ഇനി മറ്റൊരു സംശയം വരുന്നത്, അപ്പോൾ പെട്രോളിയം പ്രൊഡക്ട്സ് എന്താണെന്ന് ഓൾറെഡി റൂൾസിനകത്ത്, ഇപ്പം നമുക്ക് സ്റ്റഡി മെറ്റീരിയലിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് റൂൾസിൻ്റെ ഒരു കുറച്ചും കൂടെ വലിയൊരു പിക്ചർ കിട്ടും. ഓക്കെ, ഇതാണ് നിങ്ങളുടെ റൂൾസ്. ഇതാണ് റൂൾ 3. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ടേബിൾ കാണാം. റെഗുലേറ്റഡ് സെക്ടർ ടേബിൾ, നോൺ റെഗുലേറ്റഡ് സെക്ടറിൻ്റെ ടേബിൾ. അപ്പോൾ ഇതാ ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ് എന്താണെന്നൊരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ ഉണ്ട്. ഇതാണ് കസ്റ്റംസ് താരിഫ് ആക്ട്. അതുപോലെ തന്നെ ഓരോ പറയുന്ന ഐറ്റത്തിനും ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഇത് കസ്റ്റംസ് താരിഫ് ആക്ടിനകത്ത് ഹെഡിങ്ങുമാണ്. അപ്പോൾ എന്താണ് ഈ CTA റിലവൻസ്, എന്താണ് ഈ ഡിസ്ക്രിപ്ഷൻ്റെ റിലവൻസ് നോക്കാം. ഈ കോസ്റ്റ് ഔട്ട് റൂൾസിൽ കവർഡ് ആണോ എന്നറിയാൻ വേണ്ടി നമുക്ക് ഒരു കാര്യം ചെയ്യാം. റൂൾസിൽ വരാം. ഫോർ എക്സാമ്പിൾ, ഈ മെഷീനറി ഒരു മെക്കാനിക്കൽ അപ്ലയൻസ്, അപ്പോൾ ഒരു കമ്പനി, ആ കമ്പനി ഈ ഒരു മെഷീനറി അല്ലെങ്കിൽ മെക്കാനിക്കൽ അപ്ലയൻസിൻ്റെ പ്രൊഡക്ഷനിൽ എൻഗേജ് ചെയ്യാണ്. അപ്പോൾ എത്തരത്തിലുള്ളതാണെന്ന് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഈ ഡിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് മനസ്സിലാക്കാം ഞങ്ങൾക്ക് കോസ്റ്റ് റെക്കോർഡ്സ് ആപ്ലിക്കബിൾ ആണോ അല്ലേ എന്നുള്ളത്. അല്ലെങ്കിൽ ഒരു കസ്റ്റംസ് താരിഫ് ആക്ട് ഹെഡിങ് പറഞ്ഞിട്ടുണ്ട്. 4 ഡിജിറ്റിൻ്റെ ഹെഡിങ്സ് ആണ്. ഇവർക്ക് എന്ത് ചെയ്യാം? കസ്റ്റംസ് താരിഫ് ആക്ട് 1975 അതെടുക്കാം. അതിനകത്ത് ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ലിസ്റ്റ് എത്തരത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നിങ്ങളുടെ കസ്റ്റംസ് താരിഫ് ആക്ടിലെ ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ 4 ഡിജിറ്റ്സിൻ്റെ ഒരു ഹെഡിങ് കാണും. പിന്നെ ആ 4 ഡിജിറ്റ്സ് വെച്ച് തുടങ്ങുന്ന കുറേ സബ് ഹെഡിങ്സ് കാണും. ഇത് കോസ്റ്റ് ഓഡിറ്റ് റൂൾസ് പറയുന്ന അല്ലെങ്കിൽ അതിൻ്റെ FAQ അല്ലെ ക്ലാരിഫിക്കേഷൻ എന്തെന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കോസ്റ്റ് ഓഡിറ്റ്സ് ആപ്ലിക്കബിൾ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യമേ റൂൾസ് വായിക്കണം, അതിനകത്ത് ഡിസ്ക്രിപ്ഷൻ വായിക്കണം. അതിനുശേഷം CTA ഹെഡിങ്ങും വായിക്കണം. അപ്പോൾ CTA ഹെഡിങ്ങിനകത്ത് അപ്പോൾ വായിക്കുമ്പോൾ സബ് ഹെഡിങ് ഉൾപ്പെടെയാണ് ഈ 4 ഡിജിറ്റും അതിൻ്റെ കൂടെ വരുന്ന ബാക്കിയുള്ള സബ് ഹെഡിങ്സ് ഉൾപ്പെടെയാണ് വായിക്കേണ്ടത്. ഡിസ്ക്രിപ്ഷനും CTA ഹെഡിങ്, അതിൻ്റെ സബ് ഹെഡിങ്സ്, ഇത്രയും കൂടെ വായിക്കുമ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും either or എന്നുവെച്ചാൽ either റൂൾസ് ഓർ CTA, അത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങളുടെ പ്രോഡക്റ്റ് കവർഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും നിങ്ങൾ കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് ഈ ഒരു റൂൾസ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ കോസ്റ്റ് റെക്കോർഡ്സിൻ്റെ ആപ്ലിക്കബിലിറ്റി ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു സംശയം ചോദിക്കാം, ഇതിനകത്തൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ, അപ്പോൾ കോസ്റ്റ് റെക്കോർഡ്സ് പെട്രോളിയം പ്രൊഡക്ട്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്, CTA അകത്ത് പെട്രോളിയം പ്രൊഡക്ട്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ മറ്റുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ വ്യത്യാസമാണ്. അപ്പോഴും പിന്നെയും നമ്മൾ പറയാം either or ആണ്. ഇപ്പോൾ റൂൾസിനകത്തുണ്ട്, റൂൾസിലെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ പ്രൊഡക്റ്റ് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓൾറെഡി കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തോണം. CTA എന്തും പറഞ്ഞോട്ടെ. അല്ല, CTA നിങ്ങൾ പ്രൊഡക്റ്റ് കവർഡാണ്, റൂൾസിനകത്ത് കവർഡല്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഹാർമോണിയസ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയും. എന്താണ്? ഹാർമോണിയസ് ഇൻ്റർപ്രിട്ടേഷൻ. അപ്പോൾ CTAയും റൂൾസും തമ്മിലുള്ള ഇൻ്റർപ്രിട്ടേഷൻ എത്തരത്തിലുള്ളതാണ്? ഹാർമോണിയസ് ഇൻ്റർപ്രിട്ടേഷൻ. ഇതാണ് എനിക്ക് ഈ CTA അല്ലെങ്കിൽ റൂൾസിനകത്ത് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ളത്. ഇതാണ് ടേബിൾ A, ടേബിൾ B. വേറൊന്നും എനിക്ക് ടേബിൾ Aയിലും ടേബിൾ Bയെ കുറിച്ച് പറയാനായിട്ടുള്ള. നമുക്ക് അടുത്തത് ഓവറോൾ ടേൺ ഓവർ എന്താണെന്ന് നോക്കാം. നമ്മൾ ഡെഫിനിഷൻസ് അഥവാ റൂൾ 2 ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞായിരുന്നു. ഈ ആക്ടിൽ ഡിഫൈൻ ചെയ്യാത്ത എല്ലാ ഈ ഒരു റൂളിൽ ഡിഫൈൻ ചെയ്യാത്ത എല്ലാ ടേംസിൻ്റെയും മീനിങ്സ് എവിടെയുള്ളത്? ആക്ടിൽ. ആക്ട് എന്ന് പറഞ്ഞാൽ ഏതാ? കമ്പനീസ് ആക്ട്. അപ്പോൾ ടേൺ ഓവർ എന്ന് പറയുന്ന ഒരു കാര്യം ഈ റൂളിൽ സ്പെസിഫൈ ആയിട്ട് എന്ത് ചെയ്യത്തില്ല, ഡിസ്ക്രൈബ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ കമ്പനീസ് ആക്ടാണ് റെഫർ ചെയ്യുന്നത്. പക്ഷേ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സും പിന്നെയും കൂടെ ചേർന്ന് കുറച്ച് FAQs റിലീസ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ FAQസിനകത്ത് ഈ ടേൺ ഓവറിൻ്റെ ക്ലാരിഫിക്കേഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആ ക്ലാരിഫിക്കേഷൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സിമ്പിളായിട്ട് നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് പറയുകയാണെങ്കിൽ, ആ ഒരു കമ്പനിക്ക് റവന്യൂ കൊണ്ടുവരുന്ന എല്ലാ ആക്ടിവിറ്റീസും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ടേൺ ഓവറിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഉദ്ദേശം നമുക്കറിയാം. എത്രയും പെട്ടെന്ന് കോസ്റ്റ് റെക്കോർഡ്സിൻ്റെ ആപ്ലിക്കബിലിറ്റി ആ കമ്പനിക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ആ ഒരു ഡെഫിനിഷൻ്റെ
ഉദ്ദേശം എന്ന് പറയുന്നത് മീൻസ് ആ കമ്പനിക്ക് എവിടുന്നൊക്കെ റവന്യൂ വരുന്നുണ്ടോ അത് മൊത്തം ഈ ഓവറോൾ ടേൺ ഓവറിൻ്റെ കീഴിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഇത്തരത്തിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഗ്രോസ് ടേൺ ഓവർ. ഗ്രോസ് ടേൺ ഓവർ ഫ്രം ഓൾ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്. ഗ്രോസ് ടേൺ ഓവർ എന്ന് പറയുമ്പോൾ സെയിൽസ് റിട്ടേൺ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വേണം, പക്ഷേ ഗ്രോസ് ടേൺ ഓവർ ഇവിടെ ഉദ്ദേശിക്കുന്നത് ടാക്സസും ഡ്യൂട്ടീസും ഉൾപ്പെടെയുള്ള ടേൺ ഓവറിനാണ് ഗ്രോസ് ടേൺ ഓവർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മാനുഫാക്ചറിങ് ആസ് വെൽ ആസ് ട്രേഡിംഗ് വരും. ഇപ്പോൾ ഗുഡാണെങ്കിൽ വാങ്ങിച്ച് വെക്കുന്നതും വരും, അതുപോലെ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ച് വെക്കുന്നതും വരും. അപ്പോൾ ഗ്രോസ് ടേൺ ഓവർ എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള റവന്യൂ ഞാൻ പറഞ്ഞു. അപ്പോൾ മാനുഫാക്ചറിങ് പ്ലസ് ട്രേഡിംഗ് രണ്ട് ടേൺ ഓവർ വരും. അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? ജോബ് വർക്ക് എനിക്കുണ്ടെങ്കിൽ. എന്താണ് ജോബ് വർക്ക്? മറ്റൊരാളുടെ ഓൺഷിപ്പിലുള്ളൊരു സാധനം, അതിനകത്ത് നമ്മളൊരു വർക്ക് ചെയ്യുകയാണ്, എന്നിട്ട് ആ പ്രോഡക്റ്റ് നമ്മൾ തിരിച്ചു കൊടുക്കുക. അതാണ് ജോബ് വർക്ക് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ക്ലോത്ത് ഡൈ ചെയ്യാൻ കൊടുക്കുകയാണ്. ക്ലോത്ത് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു യൂണിറ്റ് എനിക്കുണ്ട്, പക്ഷേ അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഒരു സൈഡ് ബിസിനസ് ആണ് ക്ലോത്ത് ഡൈ, കളർ അടിച്ചു കൊടുക്കും ക്ലോത്തിന്. അപ്പോൾ അത്തരത്തിലുള്ള സർവീസ് ജോബ് വർക്ക് എന്ന് പറയാം. അപ്പോൾ മറ്റ് കമ്പനീസ് അവർക്ക് ആ ഫെസിലിറ്റിയില്ലാത്ത കമ്പനീസ് അവരുടെ ക്ലോത്ത് എൻ്റെ അടുത്ത് കൊണ്ടുവരും, ഞാൻ അതിന് ഡൈ ചെയ്ത് പല കളറിലാക്കി കൊടുക്കും. അപ്പോൾ അത്തരത്തിൽ എനിക്ക് ജോബ് വർക്ക് ഇൻകം കിട്ടും. അതും എന്ത് ചെയ്യണം? എൻ്റെ ഈ ഒരു ടേൺ ഓവറിൻ്റെ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ഉൾപ്പെടുത്തണം. അടുത്താണ് ലോൺ ലൈസൻസ് ഓപ്പറേഷൻസ്. എന്താണ് ഈ ലോൺ ലൈസൻസ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എൻ്റെ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസിൽ ഒത്തിരിയധികം അണ്ടർ യൂട്ടിലൈസേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അണ്ടർ യൂട്ടിലൈസ്ഡ് മെഷീൻസ് ഉണ്ട്, അല്ലെങ്കിൽ അണ്ടർ യൂട്ടിലൈസ്ഡ് കപ്പാസിറ്റീസ് ഉണ്ട്. അപ്പോൾ അതെനിക്ക് എന്ത് ചെയ്യാം? വെളിയിലുള്ള ഒരു തേർഡ് പാർട്ടിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി കൊടുക്കാം. അവരതിന് എനിക്ക് പകരം ഒരു ഷെയർ ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഷെയർ ഓഫ് റെൻറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരുമായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് വരുന്ന വരുമാനമാണ് ലോൺ ലൈസൻസ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. എന്താണ്? ഗ്രോസ് ടേൺ ഓവർ എല്ലാ പ്രൊഡക്റ്റിൽ നിന്നും വരുന്നതിനെ കൂട്ടുക, അതിൻ്റെ കൂടെ തന്നെ അത് ട്രേഡിങ്ങും മാനുഫാക്ചറിങ്, അതിൻ്റെ കൂടെ ജോബ് വർക്ക് ഇൻകം ഉണ്ടെങ്കിൽ അത് കൂട്ടുക, മൂന്നാമതായിട്ട് ലോൺ ലൈസൻസ് ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ അതും കൂട്ടുക. മറ്റൊന്നാണ് എക്സ്പോർട്ട് ബെനിഫിറ്റ്സ്. അപ്പോൾ നമ്മളുടെ ഫോറക്സ് റിസർവ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എക്സ്പോർട്ട് ചെയ്യുന്ന ഫേംസിന് പലതരത്തിലുള്ള ബെനിഫിറ്റ്സ് കൊടുക്കാറുണ്ട്. അത്തരത്തിൽ ഗവൺമെൻറ് കയ്യിൽ നിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ആഡ് ചെയ്യണം. അതാണ് എക്സ്പോർട്ട് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അത് സ്ക്രാപ്പ് സെയിൽ. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്തു, അതിൻ്റെ ഫലമായിട്ട് കുറച്ച് സ്ക്രാപ്പ് ഉണ്ടായി, ഇതിന് നമ്മൾ വിൽക്കുന്നു, അത് റിയലൈസ് ചെയ്യുന്നു പൈസയായിട്ട്. അതും എന്താണ്? നമ്മൾ ടേൺ ഓവറിൻ്റെ ഭാഗമാക്കി മാറ്റണമെന്നാണ് പറയുന്നത്. ഇത്രയല്ല, ഇപ്പോൾ നമ്മളിവിടെ എടുത്ത ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ഗ്രോസ് ടേൺ ഓവറാണ്. പക്ഷേ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് എന്ത് ചെയ്യണം? ഇതിനകത്ത് കുറയ്ക്കണം, എന്നാലേ നമുക്ക് അതിനെ നെറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ. എന്താണ്? ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് വളരെ 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 ഇമ്പോർട്ടൻറ്റ്. ടേൺ ഓവറിനകത്ത് എക്സ്ക്ലൂഡ് ചെയ്യുന്ന ഒരേ ഒരു കാര്യം എന്താണ്? ഈ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ആണ്. ഇതാണ് നിങ്ങളുടെ ടേൺ ഓവർ. ഇതാണ് ഓവറോൾ ടേൺ ഓവർ. ഈ ടേൺ ഓവർ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ കോസ്റ്റ് റെക്കോർഡ്സിൻ്റെ ആപ്ലിക്കബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 4 കണ്ടീഷൻസ്, ഈ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ മറ്റൊരു സംശയം ചോദിക്കണം. നമ്മളിവിടെ പഠിച്ചു പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ 35 കോടിയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആണെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ അടുത്ത വർഷമായപ്പോഴത്തേക്കും 35 കോടി താഴെ പോയി. അങ്ങനെയാണെങ്കിൽ അതിനടുത്ത വർഷത്തേക്ക് കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങളൊരു കാര്യം ഓർത്ത് വെച്ചേക്കുക, വൺസ് ആപ്ലിക്കബിൾ ഓൾവേസ് ആപ്ലിക്കബിൾ. എന്താണ് വൺസ് ആപ്ലിക്കബിൾ ഓൾവേസ് ആപ്ലിക്കബിൾ? ജനിച്ചു പോയി കഴിഞ്ഞാൽ എല്ലാ വർഷവും ബർത്ത്ഡേ ഉണ്ട്. അതുപോലെ തന്നെയാണ് കോസ്റ്റ് റെക്കോർഡ്സ് ആപ്ലിക്കബിൾ ആയി കഴിഞ്ഞാൽ പിന്നെ എല്ലാ വർഷവും എന്ത് ചെയ്യണം? എല്ലാ ഫിനാൻഷ്യൽ ഇയറിലേക്കും കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഇനി എത്തരത്തിലാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? നമ്മൾ ഓൾറെഡി റൂൾ 5 ഒന്ന് ചെറുതായിട്ടൊന്ന് സമ്മറൈസ് വെച്ചിരുന്നു. റൂൾ 5 എന്താ പറയുന്നത്? കോസ്റ്റ് റെക്കോർഡ്സ് ആർ ടു ബി മെയിൻറ്റെയിൻഡ് ആസ് പെർ CRA 1. CRA 1 പ്രിൻസിപ്പിൾസ് പ്രകാരമാണ് എന്ത് ചെയ്യേണ്ടത്? ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. CRA 1 ഫോർമാറ്റ്സ് അല്ല ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്തരത്തിലുള്ള ഫോർമാറ്റ്സ് കോസ്റ്റ് റെക്കോർഡ്സ് ഇത്ര ഫോർമാറ്റിൽ വെക്കണമെന്നൊന്നുമല്ല. ഇറ്റ് പ്രൊവൈഡ്സ് പ്രിൻസിപ്പിൾസ് ആണ് പറയുന്നത്. ഓക്കെ, അത് ഓർത്ത് വെക്കുക. CRA 1 അനുസരിച്ചാണ് കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അത് ഫോർമാറ്റ് ബേസ്ഡ് അല്ല, അത് പ്രിൻസിപ്പിൾസ് മാത്രമാണ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യനോട് പറയാം. ഒരു കമ്പനി, ഈ കമ്പനി 4 പ്രൊഡക്ട്സിൽ എൻഗേജ് ചെയ്തിട്ടുണ്ട്. പ്രോഡക്റ്റ് 1, P1, P2, P3, P4. ഇതിനകത്ത് P1ഉം P2ഉം ടേബിൾ എയിൽ കവർ ചെയ്യുക, P3 എന്ന് പറയുന്ന ടേബിൾ ബിയിൽ കവർ ചെയ്യുക. ഇത്
എന്ന് പറയുന്നത് അതർ പ്രൊഡക്ട്സ് ആണ്, നോട്ട് ഇൻ ടേബിൾ എ, നോട്ട് ഇൻ ടേബിൾ ബി. ഇപ്പോൾ കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ കോസ്റ്റ് റെക്കോർഡ്സിൻ്റെ ആപ്ലിക്കബിലിറ്റി വരുമ്പോഴത്തേക്കും നമ്മൾ ഈ 4 പ്രോഡക്ട്സിനും കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണോ, അതോ ടേബിൾ എയിലും ടേബിൾ ബിയിലും വരുന്ന മാത്രം പ്രൊഡക്ട്സിന് കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്താൽ മതിയാവോ? അതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഉത്തരം പറയാൻ പറ്റുന്നത് എയിലും ബിയിലും കവേർഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സിന് മാത്രം കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്തവരെ മറ്റ് പ്രൊഡക്ട്സിന് ഉൾപ്പെടുത്തണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എന്താണ്, എയിലും ബിയിലും വരുന്ന പ്രൊഡക്ട്സിന് മാത്രം കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്താൽ മതിയാകും. ഇതാണ് മറ്റൊരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ. ഹൗ കോസ്റ്റ് റെക്കോർഡ്സ് ആർ ടു ബി മെയിൻറ്റെയിൻ, അത് നമ്മൾ പറയും CRA1. അതിനെ കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ എഴുതാം, ഇറ്റ് ഷുഡ് ബി കെപ്റ്റ് ആസ് പെർ CRA1. It should be made on a regular basis. റെഗുലർ ബേസിസ് എന്ന് പറയുമ്പോൾ എന്താണ്, അത് മന്ത്ലി ആവാം, ക്വാർട്ടർലി ആവാം, സെമി ആനുവലി ആവാം, ആനുവലി ആവാം. ആൻഡ് ഇറ്റ് ഷുഡ് ഫെസിലിറ്റേറ്റ് കാൽക്കുലേഷൻ ഓഫ് പെർ യൂണിറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് ഓഫ് സെയിൽസ് ആൻഡ് മാർജിൻ. അപ്പോൾ CRA1 അനുസരിച്ചായിരിക്കണം, അതും റെഗുലർ ബേസിസിൽ മന്ത്ലി, ക്വാർട്ടർലി, സെമി ആനുവലി, ആനുവലി അത്തരത്തിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഏതെങ്കിലും ഒരു ടൈപ്പിലായിരിക്കണം. ഇത് ഓറാണ് കേട്ടോ, ഒന്നെങ്കിൽ മാസം മാസം, അല്ലെങ്കിൽ ക്വാർട്ടർലി ക്വാർട്ടർലി, സെമി ആനുവലി, ആനുവലി, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യാം. ആൻഡ് ഇറ്റ് ഷുഡ് ഫെസിലിറ്റേറ്റ് എന്നാണ്, ഇത് നമ്മളെ സഹായിക്കണം എന്തിനു വേണ്ടിയിട്ട്, പെർ യൂണിറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് ഓഫ് സർവീസ്, അതുപോലെ തന്നെ മാർജിൻ. അത് ഫോർ ഈച്ച് പ്രൊഡക്റ്റ് ഓഫ് സർവീസ് ആണ് കേട്ടോ, ഓരോ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഓരോ സർവീസസ്. ഫോർ എക്സാമ്പിൾ ഇവിടെ പ്രോഡക്റ്റ് എയുടെ ഒരു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് അറിയാൻ പറ്റണം, നമ്മളെ കോസ്റ്റ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് അറിയാൻ പറ്റണം. ബിയുടെ ആണെങ്കിലും അപ്പോൾ P2ൻ്റെ അറിയാൻ പറ്റണം, P3യുടെ അറിയാൻ പറ്റണം. ഓരോ പ്രൊഡക്റ്റിനും ഓരോ സർവീസസിനും അതിൻ്റെ പെർ യൂണിറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ്, മാർജിൻ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആണ്, ഇതെല്ലാം അറിയാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ഈ കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വി ഷുഡ് മെയിൻറ്റെയിൻ cost records product wise or service wise, അല്ലെങ്കിൽ ഓരോ പ്രൊഡക്റ്റിനും ഓരോ സർവീസിനുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ റണ്ണിങ് നോട്ട്സ് അല്ലെങ്കിൽ സമ്മറി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോട്ട്സിലേക്ക് പോകാം. കുറച്ച് കേസ് സ്റ്റഡീസ് ഇവിടെ നമ്മൾ ഫോർമാറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് റൂൾ 3 കഴിയും. റൂൾ 3 ഏകദേശം മൊത്തത്തിൽ നമ്മളുടെ തലയ്ക്കകത്ത് കയറിയിട്ടുണ്ടാവും. ഇതിനകത്ത് 2 എക്സെപ്ഷൻസും കൊണ്ടുണ്ട്, അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. Rule 3, application of cost records. നമുക്കറിയാം, the class of companies including foreign companies engaged in production of goods or production of services specified in table A or table B and overall turnover from all its products and services is 35 crore or more during the immediately preceding financial year. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടേബിൾ എയിലോ ടേബിൾ ബിയിലോ പറഞ്ഞിരിക്കുന്ന പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുക അല്ലെങ്കിൽ സർവീസസിൽ എൻഗേജ് ചെയ്യുകയോ ചെയ്യുന്നു എല്ലാ കമ്പനികളും, ഇൻക്ലൂഡിങ് ഫോറിൻ കമ്പനി, ആൻഡ് ആ കമ്പനിയുടെ ടേൺ ഓവർ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ 35 കോടിയോ അതിൽ കൂടുതലോ ആണെങ്കിൽ തീർച്ചയായിട്ടും അവരെന്ത് ചെയ്യണം, കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ആൻഡ് ഇതാണ് ഫസ്റ്റ് എക്സെപ്ഷൻ, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സെപ്ഷൻ ആണ്. This rule 3 is not applicable to micro enterprise or small enterprise as per the Micro, Small and Medium Enterprises Development Act 2006. MSMED Act 2006 പ്രകാരം മൈക്രോ എൻ്റർപ്രൈസുകളോ സ്മാൾ എൻ്റർപ്രൈസുകളോ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന എൻ്റർപ്രൈസസിനൊന്നും എന്നല്ല ഈ ഒരു കോസ്റ്റ് റെക്കോർഡ്സിൻ്റെ റൂൾസ് ആപ്ലിക്കബിൾ അല്ല. സോറി, കോസ്റ്റ് റെക്കോർഡ്സിൻ്റെ റൂൾസ് അല്ല, അതെ, കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ റൂൾസ് അഥവാ റൂൾ 3 ആപ്ലിക്കബിൾ അല്ല എന്നല്ല, റൂൾ 3 ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ കോസ്റ്റ് റെക്കോർഡ്സിൻ്റെ റൂൾസ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം നമ്മൾ റൂൾസിൻ്റെ ഒരു സമ്മറി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു റൂൾ 3 ആപ്ലിക്കബിൾ അല്ലേ റൂൾ 4 ആപ്ലിക്കബിൾ ആവുന്നുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇവിടെ റൂൾ 3 ആപ്ലിക്കബിൾ അല്ലാത്ത 2 സ്ഥാപനങ്ങളാണുള്ളത്. അതിലൊന്ന് ഇതാണ് മൈക്രോ എൻ്റർപ്രൈസ് ഓർ സ്മോൾ എൻ്റർപ്രൈസ്. ഇവർക്ക് കോസ്റ്റ് റെക്കോർഡ്സും വരത്തില്ല, കോസ്റ്റ് ഓഡിറ്റും വരത്തില്ല. ഇനി രണ്ടാമത്തത് എക്സെപ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ എക്സെപ്ഷൻ ആണ്. രണ്ടാമത്തെ എക്സെപ്ഷൻ നമ്മൾ പറഞ്ഞിരുന്നു ടേബിൾ എയും ടേബിൾ ബിയും ഉണ്ടെന്ന്. ടേബിൾ ബിനകത്ത് 33 എൻട്രീസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതിനകത്ത് 33ാമത്തതിന് ഒരു പ്രത്യേകത ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. പ്രൊഡക്ഷൻ, ഇമ്പോർട്ട് ആൻഡ് സപ്ലൈ ഓഫ് മെഡിക്കൽ ഡിവൈസസ്. പ്രൊഡക്ഷൻ, ഇമ്പോർട്ട് ആൻഡ് സപ്ലൈ ഓഫ് മെഡിക്കൽ ഡിവൈസസ്, ഒരു ലിസ്റ്റ് ഓഫ് മെഡിക്കൽ ഡിവൈസസും അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയുന്നത് എന്തെന്ന് വെച്ചാൽ നത്തിങ് കണ്ടെയ്ൻഡ് ഇൻ സീരിയൽ നമ്പർ 33 ഷാൽ അപ്ലൈ ടു എ ഫോറിൻ കമ്പനി ഹാവിംഗ് ഓൺലി ലിയാസൺ ഓഫീസസ് ഇൻ ഇന്ത്യ. അപ്പോൾ
ഒരു ഫോറിൻ കമ്പനി അത് ഈ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുകയാണ്. പക്ഷേ അവർ ഒരു ലിയാസൺ ഓഫീസർ മാത്രമാണ്. ഒരു ഫോറിൻ കമ്പനിയുടെ ലിയാസൺ ഓഫീസാണ്. ലിയാസൺ ഓഫീസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ബിസിനസ് ക്ലൈമറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു ഫ്യൂച്ചർ ഗ്രോത്ത് എങ്ങനെയായിരിക്കും ഒരു ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ലിയാസൺ ഓഫീസുകൾ പല വിദേശ കമ്പനികളിലും ഇവിടെ സ്ഥാപിക്കുന്നത്. അപ്പോൾ ഈ 33ാമത്തെ പോയിന്റിൽ കവേർഡ് ആയിട്ടുള്ള ഫോറിൻ കമ്പനികളുടെ ലിയാസൺ ഓഫീസുകൾ എന്ത് ചെയ്തിട്ടില്ല, കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഓഡിറ്റ് റൂൾസിലേക്ക് ആപ്ലിക്കബിലിറ്റി വരുന്നില്ല. റൂൾ 3 ആപ്ലിക്കബിൾ ആവുന്നില്ല. ഇപ്പോൾ റൂൾ 3 ആപ്ലിക്കബിൾ ആവുന്നില്ല, ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലാക്കാം റൂൾ 4 ആപ്ലിക്കബിൾ ആവത്തില്ല. ഇപ്പോൾ 2 എക്സെപ്ഷൻ MSMED ആക്ട് പ്രകാരം മൈക്രോ ഓർ സ്മോൾ എന്റർപ്രൈസസും എൻട്രി നമ്പർ 33 ഫോറിൻ കമ്പനീസിൻ്റെ ലിയാസൺ ഓഫീസുകളും. ഓക്കെ, ഇതാണ് 2 എക്സെപ്ഷൻസ്, റൂൾ 3ൻ്റെ 2 എക്സെപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് ഈ മൈക്രോ എന്റർപ്രൈസ് അല്ലെങ്കിൽ സ്മോൾ എന്റർപ്രൈസിനെ എക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്? മൈക്രോ അല്ലെങ്കിൽ സ്മോൾ എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാം നമുക്ക് വളരെ ചെറിയ എൻറ്റിറ്റീസ് ആണ് അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള എൻറ്റിറ്റീസിന് ഈ ഒരു അഡീഷണൽ കംപ്ലയിൻസ് ബർഡൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് പറ്റും, ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവർ വളർന്നു വന്നാലേ നമ്മളുടെ സാമ്പത്തിക വ്യവസ്ഥ വളർന്നു വരത്തുള്ളൂ. അതുകൊണ്ടാണ് അവർക്ക് അവർ എക്സെപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പറയുന്ന രണ്ടാമത്തെ നോട്ട്, ദ ത്രഷോൾഡ് ലിമിറ്റ്സ് ആർ ഫോർ കമ്പനി ആസ് എ ഹോൾ. കമ്പനിക്ക് മൊത്തത്തിലാണ് ഈ ഒരു ത്രഷോൾഡ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്, കമ്പനിക്ക് മൊത്തത്തിലാണ് ഈ ഒരു ത്രഷോൾഡ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ പ്രൊഡക്റ്റ് എയ്ക്കോ പ്രൊഡക്റ്റ് ബിക്കോ അല്ല. എന്ന് വെച്ചാൽ 35 crores കമ്പറ്റീഷന് വേണ്ടിയിട്ട് ടേബിൾ എയോ ടേബിൾ ബിയിലോ കവേർഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് സർവീസ് മാത്രമല്ല എടുക്കേണ്ടത്, കമ്പനിയുടെ മൊത്തത്തിലുള്ള ടേൺ ഓവറാണ് എടുക്കേണ്ടതെന്നാണ് ഇവിടെ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി ഒരു അനാലിസിസ് ഉണ്ട്, അനാലിസിസ് നമുക്ക് നോക്കാം. സോ XYZ ആൻഡ് കമ്പനി ലിമിറ്റഡ്. ടേബിൾ എയിലെ പ്രൊഡക്ട്സിന് ടേൺ ഓവർ 6 കോടി, ബിയിലത് 9 കോടി, മറ്റ് പ്രൊഡക്റ്റുകൾ 18 കോടി. അപ്പോൾ ഇതിൻ്റെ ഓവറോൾ ടേൺ ഓവർ കൂട്ടുമ്പോഴത്തേക്ക് 6 + 9 + 18 33 ആവുന്നുള്ളൂ. നമുക്ക് 35 കോടിയോ അതിൽ മേലോട്ടാണെങ്കിൽ മാത്രമേ കോസ്റ്റ് റെക്കോർഡ്സ് ആപ്ലിക്കബിൾ ആകത്തുള്ളൂ. അപ്പോൾ ഇവിടെ റൂൾ 3 ആപ്ലിക്കബിൾ അല്ല എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. കോസ്റ്റ് ഓഡിറ്റിൻ്റെ കാര്യം ഇതുവരെ ഡിസ്കസ് ഇല്ല, അതുകൊണ്ട് അത് ഒഴിവാക്കിയേക്കൂ. അടുത്ത ABC ലിമിറ്റഡ്, അതിൻ്റെ എയിൻ്റെ ടേൺ ഓവർ 7 കോടി, ടേബിൾ ബിൻ്റെ ടേൺ ഓവർ 8 കോടി, മറ്റ് പ്രൊഡക്ട്സ് 28 കോടി. ഇവിടെ വരുവാണെങ്കിൽ 39 കോടിയാണ് നമ്മളെ ടോട്ടൽ ടേൺ ഓവർ. അതുകൊണ്ട് തന്നെ 35-ന് കൂടുതലാണ്, തീർച്ചയായിട്ടും കോസ്റ്റ് റെക്കോർഡ്സ് ആപ്ലിക്കബിൾ ആവും. 35 ആയിരുന്നെങ്കിലോ അപ്പോഴും ആപ്ലിക്കബിൾ ആവും. അപ്പോൾ നമ്മളെ റെക്കോർഡ്സ് റൂൾസ് എന്താ പറയുന്നത്, 35 കോടിയോ അതിൽ കൂടുതലോ എന്നാണ് പറയുന്നത്. 35 കോടിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അടുത്താണ് മെസ്സേഴ്സ് BK പ്രൈവറ്റ് ലിമിറ്റഡ്. ടേബിൾ എ 11, ടേബിൾ ബി 14, മറ്റ് പ്രൊഡക്റ്റുകൾ 28. മൂന്നും കൂടി കൂട്ടുമ്പോഴത്തേക്കും 53ആണ്. 35-നെ കാട്ടി ധാരാളം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്തതായിട്ട് വരുന്നു. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ഇവിടെ കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഈ ടേബിൾ അല്ലെങ്കിൽ ടേബിൾ ബിയിലുള്ള പ്രൊഡക്ട്സിന് മാത്രം മെയിൻറ്റെയിൻ ചെയ്താൽ മതിയാവും. അതർ പ്രൊഡക്ട്സിന് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിൻ്റാണ്. ഇവിടെ നമുക്ക് ടേബിൾ എ 19, ബി 15, അതർ പ്രൊഡക്ട്സ് 76, മൊത്തത്തിൽ 110, 35 കൂടുതലാണ്. ഇവിടെ തീർച്ചയായിട്ടും കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ആയിട്ട് വരുന്നു. എ 20, ബി 22, അതർ പ്രൊഡക്ട്സ് 63, 105ആണ്. തീർച്ചയായിട്ടും 35 കൂടുതലാണ്, കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ആയിട്ട് വരുന്നു. മറ്റ് പോയിന്റുകൾ ഡിസ്കസ് ചെയ്യാം. അതർ പോയിന്റ്സ്, the cost records are to be kept as per the principles mentioned in Form CRA1, and in case CRA1 doesn't specify, CAS is to be referred. അപ്പോൾ കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് CRA1 പ്രിൻസിപ്പിൾസ് അനുസരിച്ചാണ്. CRA1 അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, CAS റെഫർ ചെയ്യാൻ പറ്റുന്നതാണ്. CRA1-ഉം CAS-ഉം ഏകദേശം ഒരേ രീതിക്ക് തന്നെയാണ് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടും സിംഗിൾ പോണ രണ്ട് കാര്യങ്ങളാണ്. നോ ഫോർമാറ്റ്സ് ആർ സ്പെസിഫൈഡ് ഇൻ CRA1. നേരത്തെ പറഞ്ഞ പോലെ CRA1-ൽ ഫോർമാറ്റ്സ് സ്പെസിഫൈ ചെയ്യുന്നില്ല. ഇതൊരു പ്രിൻസിപ്പൽ ബേസ്ഡാണ് CRA1 എന്ന് പറയുന്നത്. റൂൾ 2E ഡെഫിനിഷൻ ഓഫ് കോസ്റ്റ് റെക്കോർഡ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ ഇതിനകത്തൊരു എക്സോസ്റ്റീവ് ലിസ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ഏതൊക്കെ കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊരു ലിസ്റ്റ് ഒന്നും ഡെഫിനിഷൻ 2E പറയുന്നില്ല. പക്ഷേ ഇത്തരത്തിൽ പറയുന്നുണ്ട്, കോസ്റ്റ് റെക്കോർഡ്സ് ആർ ടു ബി കെപ്റ്റ് ഓൺ എ റെഗുലർ ബേസിസ്, മന്ത്ലി, ക്വാർട്ടർലി, സെമി ആനുവലി, ആൻഡ് ഇറ്റ് ഷുഡ് ഫെസിലിറ്റേറ്റ് കാൽക്കുലേഷൻ ഓഫ് പെർ യൂണിറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓർ ഓപ്പറേഷൻ. പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ കൂടും, ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സർവീസുമാണ്. കോസ്റ്റ് ഓഫ് സെയിൽസ് ആൻഡ് മാർജിൻ എന്ന പ്രോഫിറ്റ് ആണ്. ഫോർ ഈച്ച് ഓഫ് ഇറ്റ്സ് പ്രൊഡക്റ്റ് ഓർ സർവീസ്, പ്രൊഡക്റ്റ് വൈസ് അല്ലെങ്കിൽ സർവീസ് വൈസ് ആണ് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഫോർ എവരി ഫിനാൻഷ്യൽ ഇയർ. ഓക്കെ, നമുക്കറിയാം. ഇനി ഇവിടെ ഒരു കേസ് സ്റ്റഡി കൊടുത്തിരിക്കുകയാണ്. സപ്പോസ് എ കമ്പനി മാനുഫാക്ചേഴ്സ് ദി പ്രൊഡക്ട്സ് എ, അത് 18 കോടിയുടെ ടേൺ ഓവർ ഉണ്ട്, ബി 20 കോടിയുടെ ടേൺ ഓവർ, സി 20 കോടി ടേൺ ഓവർ. ഈ എയും ബിയും ടേബിൾ എ ബി പ്രൊഡക്ട്സ് ആണ്. സി എന്ന് പറയുന്നത് ടേബിൾ എയിലോ ടേബിൾ ബിയിലോ ഇല്ലാത്ത പ്രൊഡക്റ്റ് ആണ്. ഹിയർ ദ ഓവറോൾ ടേൺ ഓവർ എക്സീഡ് 35 crore. സത്യമാണ്, 300 കൂട്ടുമ്പോൾ 35 കൂടുതലാണ്. കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ
ദ കമ്പനി റിക്വയർഡ് ടു മെയിൻറ്റെയിൻ കോസ്റ്റ് റെക്കോർഡ്സ് ഫോർ ഓൾ 3 പ്രൊഡക്ട്സ്. എല്ലാ പ്രൊഡക്ട്സിനും കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. അത് എ ബിക്ക് മാത്രം മതിയോ എന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഉത്തരം എന്താണെന്ന്. നോ കോസ്റ്റ് റെക്കോർഡ്സ് ആർ ടു ബി മെയിൻറ്റെയിൻ ഓൺലി ഫോർ പ്രൊഡക്ട്സ് ദാറ്റ് ആർ കവർഡ് ഇൻ ദ ടേബിൾ. സോ നോ കോസ്റ്റ് റെക്കോർഡ് ഇസ് റിക്വയർഡ് ഫോർ പ്രൊഡക്ട് സി. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോയിന്റാണ്. ടേൺ ഓവർ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ വായിക്കാം. ഫോർ ദിസ് റൂൾ, ഗ്രോസ് ടേൺ ഓവർ മെയ്ഡ് ബൈ ദ കമ്പനി ഫ്രം സെയിൽ ഓർ സപ്ലൈ ഓഫ് ഓൾ പ്രൊഡക്ട്സ് ഓർ സർവീസസ്. ഇവിടെ ഗ്രോസ് എന്ന് ഉദ്ദേശിക്കുന്നത് റിട്ടേൺ ഒക്കെ ഉൾപ്പെടെയുള്ള ഫിഗേഴ്സ് തന്നെയാണ്. അപ്പോൾ സെയിൽസ് റിട്ടേൺ കൺസിഡർ ചെയ്യണോ വേണ്ടെന്നൊരു സംശയം വന്നിരുന്നു. തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യണം. ഇവിടെ ഗ്രോസ് എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത് പറഞ്ഞാൽ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ഉള്ള ടേൺ ഓവർ ആണ്, അതുകൊണ്ടാണ് ഗ്രോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മൾ ഇതിനെ നെറ്റ് ആക്കാൻ വേണ്ടി ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ടേൺ ഓവർ എന്ന് പറയുമ്പോൾ അതിനകത്ത് മാനുഫാക്ചറിങ് പ്ലസ് ട്രേഡിംഗ് ടേൺ ഓവർ ആണ്. എന്താണ് മാനുഫാക്ചറിങ് പ്ലസ് ട്രേഡിംഗ്? മാനുഫാക്ചറിങ് മാത്രമല്ല, എല്ലാ തരത്തിൽ റവന്യൂ വരുന്ന ആക്ടിവിറ്റീസ് ഇവിടെ എടുക്കാം. ഒരു കമ്പനി പ്രൊഡക്റ്റ് കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അത് മറ്റ് അതേ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ മറ്റ് പ്രൊഡക്റ്റുകൾ വാങ്ങിച്ച് വിൽക്കുകയും ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ട്രേഡിംഗ് ടേൺ ഓവർ ഉൾപ്പെടുത്തണം. ജോബ് വർക്ക് ഇൻകം, ലോൺ ലൈസൻസ് ഓപ്പറേഷൻ, എക്സ്പോർട്ട് ബെനിഫിറ്റ്, സ്ക്രാപ്പ് സെയിൽ. ഇത് ഒരു കാര്യം മാത്രം നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യും, അതാണ് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ആണ്. ഇതായിരിക്കും നിങ്ങളെ ആപ്ലിക്കബിലിറ്റി ചെക്ക് ചെയ്യാനുള്ള ടേൺ ഓവർ. വെൻ റിലേറ്റിംഗ് ടു അല്ലെങ്കിൽ വെൻ റെഫറിങ് ടു CTA ഹെഡിങ്, നമ്മൾ പറഞ്ഞിരുന്നു റൂൾസിനകത്ത് ഓരോ ഡിസ്ക്രിപ്ഷനെതിരായിട്ടും CTA ഹെഡിങ്സ് തന്നിട്ടുണ്ട്. 4 ഡിജിറ്റിനാണ് ഹെഡിങ്. പിന്നെ അതിന് സബ് ഹെഡിങ്സ് ഉണ്ട്. CTA ആക്ട് 1955 അല്ലെങ്കിൽ CTA ഉണ്ട്. കസ്റ്റംസ് താരിഫ് ആക്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ 1975 CTA എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൊരു ടേബിൾ കാണാം. ഇതാണ് ആ ടേബിൾ. അപ്പോൾ ഇതിനൊരു ഹെഡിങ് ഉണ്ട്. ആ ഹെഡിങ്ങിന് സബ് ഹെഡിങ്സ് ഉണ്ട്. നിങ്ങൾ ഈ റൂൾസ് വായിക്കുമ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഹാർമോണിയസ് ഇന്റർപ്രിട്ടേഷൻ ആണ്. ഏത് റോളാണ്, ഒന്നെങ്കിൽ റൂള് അല്ലെങ്കിൽ ഒന്നെങ്കിൽ CTA. ഇതിനകത്ത് എവിടെയെങ്കിലും നിങ്ങൾ പ്രൊഡക്റ്റ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. റൂൾസ് ആൻഡ് CTA ഡിസ്ക്രിപ്ഷൻസ് ആർ ഡിഫറെൻറ്റ്. ഇഫ് ദ റൂൾസ് ആൻഡ് CTA ഡിസ്ക്രിപ്ഷൻസ് ആർ ഡിഫറെൻറ്റ്, ഇറ്റ് ഷുഡ് ബി ഹാർമോണിയസ്ലി ആൻഡ് contribute to supplement each other. Simply it means either covered in rules or CTA description. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഓൾറെഡി. കോസ്റ്റ് അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് ഹാവ് ടു ബി മെയിൻറ്റെയിൻ ഫോർ ഈച്ച് ഓഫ് ഇറ്റ്സ് പ്രൊഡക്ട്സ് ഓർ ആക്ടിവിറ്റി സെപ്പറേറ്റ്ലി. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഓരോ പ്രൊഡക്റ്റിൻ്റെയും കോസ്റ്റ് പെർ യൂണിറ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ, കോസ്റ്റ് ഓഫ് സെയിൽസ്, മാർജിൻ എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിക്ക് വേണം കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ പ്രൊഡക്റ്റിനും ഓരോ ആക്ടിവിറ്റീസിനും സെപ്പറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ സർവീസസിനും സെപ്പറേറ്റ് ആയിട്ട് വേണം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. റൂൾ 3 is applicable to Section 8 companies as well as OPC, so 1% company. ഇത് എഴുതി ചേർക്കാൻ നിങ്ങൾ നോട്ടിൽ അതില്ലെങ്കിൽ. ഓക്കെ, സോ നിങ്ങൾ ടേബിൾ എയും ടേബിൾ ബിയും സ്പെഷ്യലായിട്ട് ഞാൻ വായിക്കുന്നില്ല. ഞാൻ അടുത്തത് റൂൾ 4 ആണ്. സോ ഇത്രയായിരുന്നു നമ്മുടെ റൂൾ 3 എന്ന് പറയുന്നത്. ഈ ഒരു 6 സെക്ടേഴ്സ് നിർബന്ധമായിട്ടും ഓർത്ത് വെച്ചിരിക്കുക. ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ്, ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ, സപ്ലൈ ഓഫ് ഇലക്ട്രിസിറ്റി, പെട്രോളിയം പ്രോഡക്ട്സ്, ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്, ഫെർട്ടിലൈസേഴ്സ്, ഷുഗർ ആൻഡ് ഇൻഡസ്ട്രിയൽ ആൽക്കഹോൾ. നിർബന്ധമായിട്ടും 6 ഓർത്തിരുന്നേ പറ്റുകയുള്ളൂ. ബാക്കി 33 ജസ്റ്റ് ഒരു 2-3 പ്രാവശ്യം വായിച്ച് വിടുന്നത് മതിയാവും. ഓക്കെ, സോ അത്രേ ഉള്ളൂ നമ്മുടെ റൂൾ 3 എന്ന് പറയുന്നത്. താങ്ക് യു.